with the real world. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂരാണുള്ളത്. നമ്മുടെ വണ്ടി ഇപ്പോൾ കുറേ നാൾ കൂടി നമ്മൾ എക്സൈറ്റ് ചെയ്തിരുന്ന ആ ദിവസം വന്നെത്തി. നമ്മൾ ഇത് വണ്ടി ഇവിടെ കഴുകാനായിട്ട് കയറ്റിയേക്കാണ്. അതായത് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റിയേക്കാണ്. നമ്മൾ ഓസോൺ കാർ വാഷ് പാലാണുള്ളത്. അതുപോലെ തന്നെ അവിടെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ എല്ലാ കാര്യങ്ങളും പറയാം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിവീലിംഗ് നമുക്ക് നേരിട്ട് കാണാം. റെക്കോർഡ് സിനിമയിലെടുക്കോട്ടോ. എടാ ലൈവ് ഇട്ടല്ലേ ചേർത്തേ ഓക്കട്ടെ ഓക്കട്ടെ നമുക്ക് ഇങ്ങനെയൊന്നും അല്ലടാ. പൊടിക്ക് Music. ബാക്കിയുള്ളവർ ഇടന്നാൽ മതി, നമുക്ക് മാറാം. പക്ഷേ ആ കടക്കാരനെനിക്കൊന്ന് കാണണം. കണ്ണടിച്ച് പൊളിക്കുന്നു. വണ്ടി ഇപ്പൊ പുറത്തേക്ക് ഇറക്കണ്ടോ? ഫോട്ടോ എടുത്തിട്ട് വണ്ടി പുള്ളിയല്ലേ മിറൊന്നുമില്ലേ? പിള്ളേർക്ക് പേടടിക്കണ്ടോ? പിള്ളേർക്കൊക്കെ പേടടിക്കണ്ടോ? നീ ഇടക്ക്
ഇത് ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി. വണ്ടി കേട്ടേ ഇതാണ് പൊട്ടിയില്ലെന്ന് കളിപ്പിച്ചാക്കൾ ലോക്കൽ കടയിലാണ്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വണ്ടി പണിത ആൾക്കാർ ഇവിടെ ഉണ്ട്, കലാകാരന്മാർ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ വണ്ടി പണിയാനായിട്ട്? വണ്ടി പണിയാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മുന്നോരത്തിൽ പെയിന്റ് ചെയ്തിട്ടുള്ള കാരണം നമുക്ക് അതിൻ്റെതായ കുറച്ച് ഇത് വന്നിട്ടുണ്ടായി. വേറെ ആക്ഷനും യൂസ് ചെയ്യാത്ത കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. ഏകദേശം എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാണ്ടിരുന്നിട്ടാണ് ഇത്ര ദിവസം ശരിക്കും ഈ ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ എന്താ പറയുക, എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഓരോ വർക്കും ഇവരെനിക്ക് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓരോ വർക്ക് കഴിയുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് ഇവരുടെ വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് എടുത്തു പറയണം. പിന്നെ അതുപോലെ തന്നെ വർക്കിൻ്റെ കാര്യത്തിലായാലും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലായാലും പക്കയാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം സംഭവം പക്കയാണ്. അതുപോലെ തന്നെ ഇതേ ഫുള്ള് ഇവരുടെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെയിൻറ്റിങ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വർക്ക് തന്നെയാണ്. കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളാണ് ഇത് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ, അതിൽ കുറേ എന്താ പറയുക, ഓരോ എന്താ പറയുക നട്ടഴിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ത്യയിൽ ഫസ്റ്റത്തെ വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ വേറെ ഒറ്റ വണ്ടിക്ക് ഈ ഒരു എന്താ പറയുക വർക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു പാറ്റേണിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിനെ പറ്റി രണ്ട് വാക്ക്. ഇത് നമ്മൾ ഈ ടീമിലേക്ക് എത്താൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇത് ഞാനൊരു ഡെമോ കണ്ടു, അത് നമ്മുടെ ഇവിടെ അല്ല പുറത്താണ്. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തു. കാരണം ആളൊരു വെറൈറ്റി തപ്പിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ വന്ന് കാണിച്ചു കൊടുത്തു, ഓക്കെയാണ്. പിന്നെ കളറിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പോളിങ്ങും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആള് നമുക്ക് ഇതാക്കി തന്നു. കളർ നമുക്ക് റെഡിലേക്ക് തന്നെ എത്തി. അങ്ങനെ ക്യാൻഡി റെഡ്, അതിൽ മറ്റേ ഫുൾ ബ്ലാക്ക് ആണ്ട് മെറൂൺ റെഡിലേക്കാണ് കയറിയത്. ബ്ലാക്കിൻ്റെ പകരം നമ്മൾ മെറൂൺ റെഡും പിന്നെ ക്യാൻഡി റെഡും വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മാർബിളൈസ്ഡ് ഫസ്റ്റ് വണ്ടിയാണ് ഇന്ത്യയിൽ. 250 ആരും ചെയ്തിട്ടില്ല. ടീം എന്നല്ല, ഇതുവരെ ചെയ്ത് പെയിന്റ് സ്കീം ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ 390 മേലും നമ്മളിത് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വർക്കായിട്ട് നമ്മൾ ഇറക്കിയതാണ് ഇത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ഓസോൺ എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ ഷോപ്പാണ്. അവർ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡിയോയിലാണ് നമ്മൾ ചെയ്യണത്. അവരാണ് നമുക്ക് റിവ്യൂവിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല വർക്കാണ്. നമുക്ക് സൈഡിൽ നമ്മള് പെയിന്റിങ് മാത്രമല്ല, നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കണതിൻ്റെ ഒപ്പം നമ്മള് കട്ടൻ പോളിഷ് കാരണം നമ്മളിപ്പോ നോർമൽ പെയിന്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ പെയിന്റിങ് നമ്മള് ബൂത്തിലിട്ട് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ചെറിയ ട്രാഷ്, അതായത് ഇങ്ങനെ ഫിഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വീഴും. അപ്പോൾ അതൊക്കെ പരമാവധി റെഡ്യൂസ് ചെയ്യാൻ അതാണ് എത്ര റിഫ്ലക്ട് ചെയ്യുന്നത് വണ്ടി. പിന്നെ ഞാൻ അന്ന് ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞോളാം, നമ്മൾ ചെറിയൊരു തീം സെറ്റ് ചെയ്തെടുത്തു. കൊമ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കൊമ്പ് ജസ്റ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വരുന്ന സെറ്റപ്പിലേക്ക് ചെയ്തു മാത്രം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു 250 പണിയാണെങ്കിൽ എല്ലാവരും ഹെഡ് മാറ്റുക, അല്ലെങ്കിൽ ചുമ്മാ മാസ്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ ചുമ്മാ ഇത് ടിൻഡ് അടിക്കുക എന്നുള്ള സെറ്റപ്പ് ഉള്ളത്. നമ്മൾ ഫുൾ അടിച്ച് ഇതിൻ്റെ ഉള്ളിലാണ് ടിൻഡ് ചെയ്തേക്കണം. മറ്റേതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ടിൻഡ് അടിക്കുമ്പോൾ ചെരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് എങ്ങനെ പോയാലും വരില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആരിലേക്ക് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. 2 days later. അപ്പോൾ നമ്മളിത് തൃശ്ശൂർ പുള്ളിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളിത് പുറത്തേക്ക് വന്നേക്കാണ്. ഏകദേശം 2 ദിവസം കഴിഞ്ഞു നമ്മുടെ വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ലോഞ്ചിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ വണ്ടീനെ പറ്റി എന്താണ് പറയാനുള്ളത് പണിത് കഴിഞ്ഞിട്ട്? വണ്ടീനെ പറ്റി പണിത് ആ ടൈമിൽ നമുക്ക് കുറച്ച് തലവേനാണെന്നെങ്കിലും പക്ഷെ ആളെ ഇറങ്ങിയപ്പോൾ അതിനുള്ള ഫീഡ്ബാക്ക് തന്നു.
അത് നമുക്കുള്ള എൻക്വയറിയും പിന്നെ നിനക്കായാലും വന്നിട്ടുള്ള വാട്സപ്പിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജിലും അല്ലാതെ നല്ല ഇതായിട്ടുള്ള ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഭാഗത്തുനിന്നും? അടിപൊളിയായിരുന്നു. റിവ്യൂവും ഒക്കെ അടിപൊളിയാണ്. കസ്റ്റമർ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ നമുക്ക് ഈ ഒരു ടൈമിൽ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ അവർ വിട്ടു തന്നു, അൺവെയിലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, എനിക്കും നല്ല രീതിക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളും നല്ല രീതിയിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. ആരും മോശം പറഞ്ഞില്ല. കാരണം ഈ ഒരു വർക്കിംഗ് ഒന്നാമത് ഇന്ത്യയിൽ വരണുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഭയങ്കര യൂണീക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടു നമ്മൾ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ. ഇന്ത്യയിൽ ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വരുന്നുണ്ട്. ഇത് മുന്നേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലരും കുറെ പേര് ഡിപ്പാന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. ഇത് ഒരിക്കലും ഒരു ഡിപ്പല്ല, ഫുൾ പെയിന്റ് ആണ്. ഇതില് സ്റ്റിക്കർ വർക്കോ ഡിപ്പിങ്ങോ ഒന്നുമില്ല, ഫുൾ പെയിന്റ് ആണ്. റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റില്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ പെയിന്റ് ചെയ്യാൻ വന്ന രീതിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പെയിന്റിങ്ങിന്റെ ഓരോ സ്റ്റേജും നിങ്ങൾ സെപ്പറേറ്റ് നമുക്ക് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്ത് തരണം. അത് നിങ്ങളൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം മറ്റ് പെയിന്റിങ്ങിന്റെ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ചെയ്തു തരുന്നല്ലാണ്ട് ഇതിൻ്റെ ഓരോ സ്ക്രൂ കഴിക്കുമ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വെളുപ്പിനായാലും ഏത് ടൈമിലാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ്. പിന്നെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോയിൽ തന്നെ എടുത്ത് കണ്ടൊരു സംഭവമാണ്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴും സാധനം ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ഇവരുടെ തലയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് വണ്ടി കൊടുക്കാം. വേറെ ക്വാളിറ്റിയിലോ ഇപ്പോൾ പെയിൻറ്റിങ് ഏത് ചെയ്യണം ആ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്വാളിറ്റി പെയിൻറ്റിങ്ങും കാര്യങ്ങളും എന്താ പറയുക, നമ്മൾ മൊത്തത്തിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അവർക്കൊരു നോളജ് വേണം. അതെ, എന്തോ ചെയ്തു എന്നുള്ളത് തോന്നരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം പെയിൻറ്റിങ്ങിനെ പറ്റി എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് ഇന്ന പെയിൻറ്റ് നമുക്ക് ചെയ്യണം ആ രീതിക്ക്. ഇപ്പോൾ ക്വാളിറ്റികൾ കാര്യങ്ങൾ അതെ എല്ലാവരും കുറേ പേരും ഇത് അറിയാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താ പറയുക, നമ്മുടെ ലോഞ്ചിങ് ഫുള്ള് കോമഡി ആയിരുന്നു. അത് ഫുള്ള് നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെ ഇപ്പം പറഞ്ഞോണം പെയിന്റിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ കുറെ പേര് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുറെ പേര് പറയും ഇത് എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് ലോ ലെവലിലും ചെയ്യാം, പക്ഷേ ഈ ഒരു ഫിനിഷ് പിന്നെ അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതാണ് ഡിഫറൻസ്. നമ്മൾ ഒരിക്കലും ഒരു ഹൈ ക്വാളിറ്റി സാധനം ലോ ബഡ്ജറ്റിൽ ചെയ്താൽ നിലനിൽക്കില്ല. എന്നും നല്ല ലെവലിലേക്ക് നിൽക്കണമെങ്കിൽ അതിൻ്റെതായ ഫണ്ടും അതിൻ്റെതായ സമയവും ഇറക്കണം. പിന്നെ ബാക്കിയുള്ളവർക്കുള്ളൊരു വലിയ ഡൗട്ടാണ് പോലീസ് പിടിക്കാന്നുള്ളത്. കാരണം നമ്മൾ കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ MVD പിടിച്ച് ഫൈൻ അടപ്പിക്കുകയോ. ഇന്നലെ തന്നെ എനിക്കൊരു വേറെ മെസ്സേജ് വന്നായിരുന്നു, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വണ്ടിയിൽ തിരിച്ചു തരാം. എനിക്ക് ഞാൻ അയച്ചു തന്നിരുന്നല്ലോ അത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ ചെയ്യണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലീഗലായിട്ടും വണ്ടി കസ്റ്റം ചെയ്യാം. അതായത് പെയിൻറ്റിങ് ആയിക്കോട്ടെ, നമുക്ക് ടെക്സ്ചറും കാര്യങ്ങളും അവര് കുഴപ്പമില്ല, ലീഗലാക്കി തരുന്നതുകൊണ്ട് പ്രശ്നം വരണില്ല. അതെ, ഒരു ലെറ്റേഴ്സ് നെയിംസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവര് ഇഷ്യൂ ആക്കണത്. ജസ്റ്റ് അവര് അധികം പ്രൊമോട്ട് ചെയ്യണില്ല. അവര് ആകെ ചെയ്യണത് പെയിന്റിങ്ങിന് കുറിച്ച് വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ വണ്ടി മോഡിഫൈ ചെയ്യണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി കസ്റ്റം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടിയുടെ RC കളർ മാറ്റാം. ഒരു പോലീസ് നിങ്ങളെ പിടിക്കില്ല, ഒരു പ്രശ്നമില്ല. അത് നിസ്സാരം പൈസ വരണുള്ളൂ, 750, 500 അല്ലെങ്കിൽ 1000 ആ റേഞ്ചിലാണ് വരണത്. അതിനെപ്പറ്റിയുള്ള അറിവുകൾ നിങ്ങൾ പറ. നിങ്ങൾക്കറിയണം ഏജന്റ് വൈസ് ആണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെയിന്റിങ്ങിന്റെ കളറിന്റെ മാത്രം അവർ എൻഡോസ് ചെയ്ത് തരുള്ളൂ. ബാക്കി എലോയ്സ് അതൊന്നും ക്രാഷ് ഗാർഡ് അതൊന്നും അവർ കവർ ചെയ്യില്ല. അത് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ കളർ അതായിരിക്കും അവർ എൻഡോസ് ചെയ്ത് തരിക. പിന്നെ ഇതേപോലെ ഡബിൾ ടോൺ ആണെങ്കിൽ അവൾ ഡബിൾ കളറായിട്ട് അവർ അതായത് റെഡ് ബ്ലാക്ക് എന്ന് പോലെ അവരെഴുതി ആഡ് ചെയ്ത് തരും. പിന്നെ പോകുമ്പോൾ ഉള്ള ഏറ്റവും ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ലീഗൽ കാര്യങ്ങളൊക്കെ റെഡിയാണോ നോക്കണം. അതായത് ബാക്ക് മഡ് ഫ്ലാപ്പ്, സാരി ഗാർഡ് ഉണ്ടാവണം, ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ കറക്റ്റ് ആണോ നോക്കണം. അതേപോലെ മിറേഴ്സ് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വേണം.
ത്രെഡ് ഭയങ്കര മോശമായിട്ട് പോയാലും അവർ എൻഡോസ് ചെയ്ത് തരില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ലീഗലായിട്ടും കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കസ്റ്റമിൽ ഇല്ലീഗലായിട്ട് വരണത് ബോഡി വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ബോഡീനും വിട്ട് മെറ്റൽ പാർട്സ് എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് ശല്യം പോലെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. പിന്നെ ചെയ്സിനൊക്കെയുള്ള മോഡിഫിക്കേഷൻസ്, ഫ്രെയിം കട്ട് ചെയ്യുക, ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനത്തെ മോഡിഫിക്കേഷൻ. അതേപോലെ തന്നെ മറ്റേ ലോങ് സ്വിംഗ് ആം വരുന്നുണ്ട് ഇപ്പോൾ, മറ്റേ ഡ്രാഗ് ബൈക്കുകൾ പോലെ. അതൊക്കെയാണ് ഇല്ലീഗൽ മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നത്. അത് അവർ ഒരിക്കലും എൻഡോസ് ചെയ്ത് തരില്ല. നമുക്ക് പെയിന്റിങ് അപ്പോൾ അതായത് ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി റാപ്പ് ലീഗൽ അല്ല. കാരണം വണ്ടിയുടെ പെയിന്റ് ഉള്ളിൽ ഒറിജിനലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് കാണുന്നത് വേറെ കളറാകുമ്പോൾ അതവർ സമ്മതിക്കില്ല. അതുപോലെ ഓവറായിട്ടുള്ള ഗ്രാഫിക്സ്, അതായത് മൾട്ടി കളർ ഗ്രാഫിക്സിങ് അല്ലെങ്കിൽ സ്റ്റിക്കർ ബോംബിങ്, അതൊന്നും ലീഗലല്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ എസ്റ്റിമേറ്റും കാര്യങ്ങളും നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്, പിന്നെ ബോഡി, പിന്നെ ഇത് ചെയ്സ് നമ്മൾ ഫ്രെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അതായത് നിർത്തി അടിക്കില്ല, അങ്ങനത്തെ പരിപാടിയല്ല. ഫുൾ അഴിച്ചെടുത്ത് ഫ്രെയിം അഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ മൈനർ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമുക്കൊരു 30 ആ റേഞ്ചിലേക്കാണ് വന്നത്. 30K അടുത്തേക്കാണ് വന്നിട്ടുള്ളത് വണ്ടി പെയിൻറ്റ് ജോബിനായിട്ട്. പിന്നെ 2 വീലുണ്ട്, അതൊക്കെ കൂടി. വീൽ അടിച്ചേക്കണത് നമ്മൾ ഗ്ലോസി അല്ല അടിച്ചേക്കണത്, നമ്മൾ സാറ്റാണ് അടിച്ചേക്കണത്. ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഓസോൺ ഡീറ്റെയിലിങ്ങിനെ പറ്റി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിക്ക് അവർ സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. പിന്നെന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആൾക്കാരുകൾ വന്നു. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനൊട്ടും. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആകെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ആകെ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെയും ഒരു ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ ആൾക്ക് ബുദ്ധിമുട്ടാണ്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു സ്റ്റുഡിയോ ഒരു റിവീൽ പരിപാടിക്കൊക്കെ വിട്ടുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അന്ന് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ബാഡ് അടിച്ചിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ നമ്മളിപ്പോൾ പരസ്യമായിട്ട് സോറി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെറൈറ്റി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.